IIT, NIT, എയിംസ് പോലുള്ള സ്ഥാപനങ്ങളിൽ എത്തുന്ന മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ്. എന്തായിരിക്കും അതിൻ്റെ കാരണം? അതിനുള്ള പ്രധാനപ്പെട്ട 2-3 റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ റീസൺ എന്നുള്ളത് നമ്മുടെ പാരൻസും അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ്ലി ബോർഡ് എക്സാം ഫോക്കസ്ഡ് ആണ്. നമ്മൾ പണ്ട് മുതലേ പറയുന്ന വലിയൊരു മെട്രിക് എന്താ, അതായത് SSLCക്ക് എത്ര വിജയശതമാനമുണ്ട്, റൈറ്റ്? SSLCക്ക് ഓരോ സ്കൂളിൽ നിന്ന് എത്ര ആളുകൾക്ക് A+ കിട്ടുന്നു, വിച്ച് ഈസ് ഗുഡ്, നമ്മൾ കൃത്യമായി ട്രാക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ഈ വർഷം 61,000 ആളുകൾക്ക് മുഴുവൻ A+ കിട്ടി, കഴിഞ്ഞ വർഷം 71,000 ആളുകൾക്ക് മുഴുവൻ A+ കിട്ടി. ഞാൻ 2007 SSLC പരീക്ഷ എഴുതിയത്, അന്ന് 4,000 ആളുകൾക്കാണ് ആകെ മുഴുവൻ A+ കിട്ടിയത്. അപ്പോൾ ഒരു 18 വർഷം കൊണ്ട് 15 ഇരട്ടിയായിട്ട് A+കാരുടെ എണ്ണം കൂടി. പക്ഷേ ഈ A+കാരിൽ എത്ര ആളുകൾ ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഈ ചോദിച്ച പോലെ എത്തുന്നുണ്ട്? IIT-കളിൽ എത്തുന്ന മലയാളികളുടെ എണ്ണം ഏകദേശം ഒരു വർഷം ഒരു 18,000 സീറ്റിൽ 300 ആളുകൾ മാത്രമാണ്. ഓക്കെ, ഇത്തവണത്തെ നീറ്റ് പരീക്ഷയിൽ ടോപ്പ് 100-ലെത്തിയ മലയാളി ഇല്ല. മേ ബി ഇത്തവണ എയിംസ് ഡൽഹിയിലൊക്കെ ഒരു മലയാളിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജിപ്മർ പോലുള്ള സ്ഥലങ്ങളിൽ മലയാളികളുടെ എണ്ണം ഇപ്പോൾ ആക്ച്വലി കുറഞ്ഞു വരികയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ CUET എന്ന് പറയുന്നൊരു പരീക്ഷ വന്നു. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ മുൻപൊക്കെ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് പോയി പഠിച്ചിരുന്നു. ഇപ്പോൾ കോമൺ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഒരു പരീക്ഷ വന്നപ്പോൾ നമ്മൾ പിന്നോട്ട് പോയി. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഒരു കോമ്പറ്റീറ്റീവ്നെസ്സിൻ്റെ കുറവുണ്ട്. അതായത് നമ്മൾ മത്സര പരീക്ഷകൾ നമ്മൾ വളരെ പിന്നിലാണ്. ആ ഒരു രീതിയിൽ ഓറിയൻറ്റ് ചെയ്തല്ല നമ്മൾ പഠിക്കുന്നത്. ആ ഒരു അവയർനെസ് നമ്മുടെ പാരൻസിനും നമ്മുടെ ടീച്ചേഴ്സിനും നമ്മുടെ സ്റ്റുഡൻസിനും കുറവാണ്. ഇതാണ് ഒന്നാമത്തെ റീസൺ എന്നുള്ളത്. രണ്ടാമത്തെ, നമ്മൾ നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഉള്ളിലോട്ട് പോകുമ്പോൾ, ഇപ്പോൾ പ്രഥം എന്ന് പറയുന്ന ഒരു NGO നടത്തുന്നൊരു സർവേ ഉണ്ട്. അവരുടെ സർവേ ശരിക്കും ഷോക്കിംഗ് ആണ്. കേരളത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിൽ സർക്കാർ സ്കൂളിൽ 31% സ്റ്റുഡൻസിന് മാത്രമാണ് ഹൈസ്കൂളിൽ 2 നമ്പർ കൊടുത്താൽ ഡിവൈഡ് ചെയ്യാൻ അറിയുക. 2024 കണക്കാണ്. 2012 ഇത് 75%. ഇവിടെ പ്രൈവറ്റ് സ്കൂളിൽ പോകുമ്പോൾ വെറും 46%. അതായത് ഹൈസ്കൂൾ റെഡി അല്ല പല കുട്ടികളും. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ഏതാണ്? അത് മാത്സാണ്. ആ മാത്സിൽ ആക്ച്വലി നമ്മൾ വളരെ പിന്നിലാണ്. കാരണം എന്താ, നമ്മുടെ മാത്സ് സിലബസ് എന്നുള്ളത് വളരെ ലഘുവായിട്ടുള്ളൊരു സിലബസാണ്. മാത്സ് പഠിക്കേണ്ടത് പ്രോബ്ലംസ് ചെയ്താണ്, അല്ലാതെ കഥ പോലെ പുസ്തകം വായിച്ചല്ല. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ ഇനി നമ്മൾ മാത്സ് എഡ്യൂക്കേഷൻ തന്നെ ലോവർ ലെവലിലോട്ട് വരുമ്പോൾ ഒരു UP വരെ മാത്സ് പഠിപ്പിക്കുന്ന പലപ്പോഴും മാത്സിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാ നിലക്കും ഒരു സൈഡിൽ നമ്മുടെ സിലബസ് എന്നുള്ളത് പലപ്പോഴും എസ്പെഷ്യലി മാത്സ് സയൻസിലോട്ട് വരുമ്പോൾ നമ്മുടെ കുറച്ച് ലഘൂകരിക്കപ്പെട്ട് പോയിട്ടുണ്ട്. രണ്ടാമത്തെ സൈഡിൽ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് പകരം എപ്പോഴും ഒരു A+നെ ഗ്ലോറിഫൈ ചെയ്യുന്നൊരു സൊസൈറ്റിയാണ് നമ്മൾ. ഇത് നമ്മളെ ആക്ച്വലി പിന്നിലോട്ടാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്.